കർശന നടപടിയെടുത്താൽ കൈപൊള്ളുന്നതാർക്ക് എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, രണ്ട് വെല്ലുവിളികളാണ്. ഒന്ന്, ഏത് ക്ഷേത്രത്തിൽ ഏത് ആയുധപ്പുര ഞങ്ങൾ സൂക്ഷിക്കുന്നു എന്ന ചോദ്യം. എന്ന് വെച്ചാൽ നിങ്ങളുടെ വാദഗതികൾക്ക് വസ്തുതയുടെ പിൻബലമില്ല എന്നാണ്. അതൊരു വലിയ ക്ഷീണം തന്നെയാണ് ആ ചോദ്യം ഉണ്ടാക്കുന്നത്. മറുപടി പറയണം. രണ്ട്, നിങ്ങൾ നിയമം നിർവഹിക്കേണ്ട ആളുകളാണല്ലോ, ചെയ്യൂ, അപ്പോൾ നോക്കാം. പിന്നൊരു വെല്ലുവിളിയുമുണ്ട്. ഈ പറയുന്ന കാലത്ത് പോലെ അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ ശാഖാപ്രവർത്തനവുമായി മുന്നോട്ട് പോയി, ആർക്കും തടയാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരവധി ചരിത്ര സന്ദർഭങ്ങളുണ്ട്. അപ്പോഴൊന്നും ഒരു തടസ്സവുമില്ലാതെ പോകാൻ കഴിഞ്ഞു എന്നത് ഉന്നയിച്ചുകൊണ്ട് അവർക്കുണ്ട് എന്നവർ നടിക്കുന്ന പിൻബലം, സ്വീകാര്യത, രണ്ടിനുമുള്ള മറുപടി. അല്ല, ഈ കേരളത്തിലെ ക്ഷേത്രപ്പറമ്പുകൾ നടക്കുന്ന ശാഖകളിൽ ദണ്ഡാ പരിശീലനമുണ്ട്. ഈ വെള്ളിവാൾ, കത്തി, ഈ പരിശീലനങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ദൃക്സാക്ഷികളായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. എൻ്റെ ഗ്രാമത്തിൽ ഒരാളൊഴിഞ്ഞ പറമ്പിൽ RS തുടങ്ങിയ ശാഖയിൽ ദണ്ഡാ പരിശീലനവും ഇതെല്ലാം ഉണ്ടായിരുന്നു. സ്കൂളിലേക്ക് ആ ശാഖ മാറ്റിയപ്പോൾ ഞങ്ങളൊക്കെ എതിർത്തു. സ്കൂൾ ഇത്തരം ഒരാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല, RSന് പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. അതിനുശേഷം എൻ്റെ അറിവ് പ്രകാരം എൻ്റെ നാട്ടിൽ ഇതുവരെ RSSൻ്റെ ശാഖ പ്രവർത്തിച്ചിട്ടില്ല. ഈ രക്ഷാബന്ധൻ ദിനങ്ങളിൽ കുട്ടികളൊക്കെ വിളിച്ചുകൂട്ടി വിജയദശമി നാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് RSS കാര്യമായ ഒരു പ്രവർത്തനം അവിടെ നടത്തുന്നില്ല. കേരളത്തിൽ പതുക്കെ അവർ ക്ഷേത്രങ്ങൾ കേന്ദ്രമായിക്കൊണ്ട് ശാഖാപ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശാഖകളിലെല്ലാം നടക്കുന്നത് ദണ്ഡ വീശാൻ പഠിപ്പിക്കുകയാണ്, കത്തി വീശാനും ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്താനും പഠിപ്പിക്കുകയാണ്. ഈ പരിശീലനങ്ങൾ വഴി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ചാവേറുകളാണ് രാജ്യത്ത് മതകലാപങ്ങൾക്ക്, വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, തങ്ങളുടെ എതിരാളികളെ അരിഞ്ഞു വീഴുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ക്ഷേത്ര അങ്കണങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷേത്ര വളപ്പുകൾ കേന്ദ്രമായിട്ടുള്ള മറുവശത്ത് ഈ നിലപാട് കൊണ്ടുണ്ടാകാൻ പോകുന്നൊരു എതിർ ധ്രുവീകരണത്തിന്റെ ആപത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ അതിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നേരിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാതെ. ആ എതിർ ധ്രുവീകരണം എന്ന് ഞാൻ പറയുന്നത് അങ്ങേക്ക് നന്നായി അറിയുന്നതാണ്. ഇനി മുതൽ ശാഖയിൽ പ്രവർത്തിക്കാൻ ആവേശം കൂടും, ഇനി മുതൽ ശാഖയിലെത്താൻ കൂടുതൽ പേർക്ക് പ്രേരണയാകും ഇത്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിന്റെ അങ്കണങ്ങൾ ഉപയോഗിക്കുന്നു, നാളെ ഒരു ആപത്തുണ്ടാകും, അതുകൊണ്ട് തടയുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങൾ സംഘിസ്ഥാനാക്കാനുള്ള ഏറ്റവും വലിയ സാധ്യതയായി ഇത് തുറന്നു കൊടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇല്ല, കേരളത്തിലെ പൊതുസമൂഹം RSSനെ ഒരു കാരണവശാലും സ്വീകരിക്കില്ല. അവർ ബലപ്രയോഗത്തിൻ്റെ, പേശീബലത്തിൻ്റെ ഭാഷയിൽ മാത്രമാണ് പല സ്ഥലത്തും സ്ഥാനം ഉറപ്പിക്കുന്നത്. ജനകീയ അംഗീകാരം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ അവരിപ്പോൾ ഭക്തി സൃഷ്ടിച്ച് മിത്തുകൾ ഉപയോഗപ്പെടുത്തി ചെറുപ്രായത്തിൽ തന്നെ ആളുകളെ പിടികൂടാൻ വേണ്ടി ജന്മാഷ്ടമി അവരെ ഏറ്റെടുത്തു. 80കൾ മുതൽ കേരളത്തിൽ അവർ വിപുലമായി ആഘോഷിച്ചു. അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിൽ നവോത്ഥാനപരമായ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇടതുപക്ഷം ഒരു ഇടപെടൽ നടത്തിയ സർക്കാർ നൽകുന്ന മുന്നറിയിപ്പ്. കാരണം ഇതൊരു നിയമവാഴ്ച നടപ്പിലാക്കേണ്ടതിന്റെ പ്രശ്നമായി വരികയാണ്. പരാതി കിട്ടിയിട്ടുണ്ട് സർ, ദിവസേന പരാതി കിട്ടുന്നു എന്നാണ് മന്ത്രിയുടെ FB പോസ്റ്റ്. അപ്പോൾ അതിന്റെ മേൽ നടപടി വേണ്ടേ? മാത്രവുമല്ല, അദ്ദേഹം അത് പർവ്വതീകരിച്ചിട്ടുമില്ല. ശ്രീ TG പർവ്വതീകരിച്ചിട്ടുമില്ല. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വളരെ സംഘശക്തിയുള്ള സ്ഥലങ്ങളിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ നിങ്ങൾ ഈ പ്രവർത്തനവും നടത്തുന്നുണ്ടാകും, പക്ഷേ അവിടെയൊന്നും പരാതി ഇടം നൽകുന്ന എന്തെങ്കിലും കിട്ടിയതായി പറയുന്നില്ല. ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ശാഖാ പരിശീലനം നടക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവർക്ക് പരാതി പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ നൽകുന്നില്ല എന്ന് പറയുന്നു. പരാതി നൽകാനുള്ള സ്വാതന്ത്ര്യം പോലും തരാതെ കായികമായി നേരിടുന്നു എന്ന് പറയുകയാണ്. അല്ല, ഇത് ഞാൻ ഈ പറഞ്ഞതൊക്കെ മുഖവിലേക്ക് എടുക്കുന്നു. ഇതിനകത്ത് വാക്കുകളിട്ട് കളിക്കരുത്. ശാഖാ പരിശീലനമാണോ, ആയുധ പരിശീലനമാണോ, ആയുധപ്പുരയാണോ, ക്ഷേത്രത്തിനുള്ളിലാണോ, ക്ഷേത്രപ്പറമ്പിലാണോ, അതോ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട വേറൊരു പറമ്പിലാണോ? ഇതൊക്കെ വളരെ വ്യക്തമാക്കണം. നിങ്ങൾ ഈ ക്രിമിനൽ നടപടി എടുക്കാൻ കടകംപള്ളിക്ക് പറ്റാത്തത് എന്താണെന്നറിയാമോ? ഇതിലൊന്നും വ്യക്തതയില്ല. സ്വന്തം ആൾക്കാരെ കൊണ്ട് കുറേ പരാതി അദ്ദേഹം എഴുതിച്ച് കാണും, വാങ്ങിച്ച് കാണും. അതല്ലെങ്കിൽ ഞാൻ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തയ്യാറാണ്. നിങ്ങൾ നടപടി എടുക്കുന്ന ഇത് ആരാ വേണ്ടെന്ന് ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ഞാൻ തിരിച്ചു ശ്രീ മോഹൻദാസിനോട് ചോദിക്കാം. നമ്മളെല്ലാവരും നമ്മുടെ മതാചാര പ്രകാരം ഇങ്ങനെ നടത്തുകയാണ്. ഞാനൊരു ഉദാഹരണം, നബി ദിനം എന്ന് കൊണ്ടാടുന്നുണ്ട്. ഇപ്പോൾ ഇത് നടത്തുന്നുണ്ട്, അറിയാമല്ലോ, നബി ദിനത്തിന് ഇവർ ഘോഷയാത്ര നടത്തുന്നുണ്ട്. ഈ നബി, മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ആൾ യോദ്ധാവ് തന്നെയാണ്. അദ്ദേഹത്തിന് അതിലും വാളുണ്ടായിരുന്നു.
ഇത് ആ ഖഞ്ചർ അല്ലെങ്കിൽ വാൾ എടുത്തുകൊണ്ട് ഇനി മുസ്ലിമുകളും വാളായിട്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാലോ? ഇനി അടുത്ത ഗുരു പർബ്സ്, അതായത് ഗുരു നാനക്കിൻ്റെ ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ ജന്മദിനം. അദ്ദേഹത്തിന് 2 വാളുണ്ടായിരുന്നു, മിരി ആൻഡ് പിരി എന്നതിൻ്റെ പേര്. ഈ 2 വാളുമായിട്ട് നമ്മുടെ സർദാർമാർ നടക്കുകയാണെങ്കിലോ? അപ്പോൾ ഈ വിജയദശമി ദിവസത്തെ റൂട്ട് മാർച്ചിന് ഞങ്ങൾ വാളെടുക്കും, ഞങ്ങൾ ദണ്ടെടുക്കും എന്ന് പറഞ്ഞാൽ ആ ദണ്ടും വാളും ഇന്ത്യയിലെ എല്ലാ സമുദായങ്ങൾക്കും എടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ശ്രീ മോഹൻദാസ് അംഗീകരിച്ചു കൊടുക്കുമോ? അതാണ് ഇവിടെ ഇഷ്യൂ വരുന്നത്. അത് മാത്രമല്ല, അത് ഹിന്ദു മതം ആചാരമായിട്ട് എന്താ ബന്ധമുള്ളത്? രണ്ടാമത്തെ കാര്യം, ഈ അടിയന്തരാവസ്ഥ കാലത്തും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന അവകാശവാദം ഒരിക്കലുമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല, ദാമോദർ വിനായക് സാവർക്കർ എഴുതിയിട്ടുള്ള കത്തുണ്ട് ബ്രിട്ടീഷ് സർക്കാരിന്. അദ്ദേഹം, ഞാൻ പറയുന്നില്ല കത്തിൽ എന്താ ഉള്ളത്, അതേമാതിരി തന്നെ എമർജൻസി കാലത്ത് ബാലാ സാബ് ദേവറസ എന്ന് പറഞ്ഞ RSSന്റെ സർസംഘാലിക്ക് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം എഴുതിയ, ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തും നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. ആ കത്തുകൾ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ വെറുതെ നമ്മൾ വീരവാദം പറഞ്ഞിട്ട് കാര്യമില്ല. എമർജൻസി കാലത്ത് അങ്ങനെ നടന്നു, അല്ലെങ്കിൽ മറ്റേ അന്തമാനിൽ അങ്ങനെ നടന്നു, അതൊന്നുമില്ല. പല ചരിത്ര സന്ദർഭങ്ങൾ അങ്ങ് ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഗാന്ധി വധത്തിന് ശേഷം ഈ RSSനെ നിരോധിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത അതേ ഘട്ടത്തിൽ രാഷ്ട്രപിതാവാണല്ലോ കൊല ചെയ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായി അത് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കുകയുണ്ടായി നെഹ്റു സർക്കാർ. ആ റിപ്പോർട്ട് ലോകത്ത് എവിടെയും കിട്ടാനില്ല എന്നാണ് P.A. ശ്രീധരൻ പോലുള്ളവർ പറയുന്നത്. വീണ്ടും അത് എന്റെ ഓർമ്മ ശരിയാണ്, കപൂർ കമ്മീഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ കിട്ടാനുണ്ട്. പക്ഷേ അതിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കാരണം സാവർക്കർ യഥാർത്ഥത്തിൽ RSSനെ പറ്റി പറഞ്ഞ ചില വാക്കുകൾ ഉണ്ടെങ്കിൽ ശ്രീ മോഹൻദാസ്, ഞാനൊരു വാക്ക് പറഞ്ഞാട്ടെ, സാവർക്കർ RSSനെ പറ്റി പറഞ്ഞു, വാട്ട് ഈസ് എൻ RSS പേഴ്സൺ? സാവർക്കർ പുച്ഛത്തോട് പറഞ്ഞാണ്, he was born, he joined the RSS, he went on a route march and he died, he did nothing എന്ന് പറഞ്ഞു സാവർക്കർ പറഞ്ഞു അബൌട്ട് RSS. അപ്പോൾ ആ സാവർക്കറും RSSും ഡയറക്ട്ലി വലിയ റിലേഷൻ ഒന്നുമില്ല, ഇൻഡയറക്റ്റ് ഹിന്ദുത്വ. എൻ്റെ ചോദ്യം, ഇത് ഇത്ര ആപൽക്കാരിയായ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഗാന്ധി വധിക്കപ്പെട്ടത് എന്നൊരു ബോധ്യം കൂടി പൊതുസമൂഹത്തിൽ ഉയർന്നിരിക്കുന്നുണ്ടാകുമല്ലോ ഒരു കമ്മീഷനെ വെക്കുന്നത് ഒരു ഗവൺമെന്റ് ആ സംഘടനയുടെ നിരോധനം പിൻവലിച്ചതിന് ശേഷം. എങ്കിൽ അതിന്റെ ഉത്തരം പൊതുസമൂഹത്തിന്റെ സമക്ഷം വെക്കേണ്ടതല്ലേ? പക്ഷേ ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വെച്ചില്ല. അത് അവർക്ക് പ്രതിരോധം, അവരെ കമ്മീഷൻ റിപ്പോർട്ട് ആയിക്കോട്ടെ, അതല്ല, പക്ഷേ അതൊരു ഗവൺമെന്റിന് പുറത്തെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഈ ഷാ കമ്മീഷൻ പിന്നെ അവരെ സ്വയം പ്രതിരോധത്തിലാക്കുന്നുണ്ട്, പുറത്തു വന്നില്ല എന്ന് പറയാം. പക്ഷേ ഈ പറയുന്ന ഗോഡ്സെയെ പിന്തുണയ്ക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ ഒരു കപൂർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതെയും രാജ്യത്തെ ഒരു ഗ്രന്ഥാലയങ്ങളിലും അതിന്റെ ഒരു കോപ്പിയും ഇല്ലാതെ അത് പരമാവധി പൂഴ്ത്തിവെക്കുകയും ചെയ്തുകൊണ്ട്. അത് നെറ്റിൽ കിട്ടാനുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട് നെറ്റിൽ. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുള്ളത് ഇവർ RSSകാരാണ് ഉണ്ട്. കമ്മീഷൻ നെറ്റിൽ കിട്ടാണ്ട് ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ രൂപത്തിൽ. കിട്ടിയ രൂപമാണ് എനിക്ക്. അതായത് ജീവൻലാൽ കപൂർ കമ്മീഷൻ വെക്കുന്നത് എന്താണ്? ഈ ഗാന്ധി വധത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ മോചിപ്പിക്കപ്പെട്ട ശിക്ഷാകാലാവധി കഴിഞ്ഞ് വന്നതിന് ശേഷം പൂനെയിൽ അവർക്ക് കൊടുത്തൊരു സ്വീകരണ യോഗത്തിൽ കേസരി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന ബാലഗംഗാധര തിലകൻ്റെ മകൻ പേരക്കുട്ടി നടത്തിയൊരു വെളിപ്പെടുത്തലുണ്ട്. ഇത് ഞങ്ങൾ ആസൂത്രിതമായി ഹിന്ദു സംഘടനകൾ ആലോചിച്ച് തന്നെ നടത്തിയൊരു കുറ്റകൃത്യമാണ് ഗാന്ധി വധം എന്നത്. ഇത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഗാന്ധി ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ്, മറ്റു മതസ്ഥർക്ക് കൊടുക്കുകയാണ്, രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ ആ ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഗവൺമെൻറ്റിൽ ഒരു കമ്മീഷൻ വെക്കാൻ സമ്മർദ്ദം ഉണ്ടായത്. ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച റിപ്പോർട്ടിൽ ജീവൻലാൽ കപൂർ കമ്മീഷൻ ഗാന്ധിയെ രക്ഷിക്കാമായിരുന്നു, ഭരണാധികാരികൾ ശ്രദ്ധിച്ചില്ല. അതായത് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ചാർജും ജീവൻലാൽ കപൂർ. അപ്പോ ഒരു മുൻകരുതൽ ആദ്യമേ സ്വീകരിച്ചില്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില രാഷ്ട്രപിതാവിന്റെ ജീവൻ തൊട്ട് എന്ന അനുഭവപാഠം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണങ്ങ്. അല്ല, ഗാന്ധിവധം യാദൃച്ഛികമായി ഉണ്ടായ ഒരു സംഭവമല്ലല്ലോ. 1948 ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് 5 അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് ഗാന്ധിജിയെ കൊല്ലാനായിട്ട്. 5 അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, 5ഉം ഫെയിലുവറായി. അപ്പോൾ 6ാമത്തെ അറ്റംപ്റ്റിൽ കൃത്യമായി മഹാത്മാഗാന്ധിയെ കൊല്ലും. പക്ഷേ ഗാന്ധിജി ഈ അറ്റംപ്റ്റുകളിലൊന്നും ഭയപ്പെടുന്ന ആളോ അതല്ലല്ലോ. നാം ഗാന്ധിയുടെ വൈശിഷ്ട്യത്തെ പറ്റിയല്ല പറയുന്നത്, അത് പ്രതിരോധിക്കാൻ കഴിയാത്തതല്ലേ സംഭവിച്ച വീഴ്ച. ഞാൻ ജീവൻ അപകടത്തിലാണെന്ന് കാണുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പ്രൊട്ടക്ഷൻ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലല്ല, അതിന്റെയൊക്കെ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കൽ, ഇതിന്റെയൊക്കെ ഭാഗമായി ക്ലീൻ ചിറ്റ് നിങ്ങൾ നൽകിയിട്ടുള്ളത് RSSനാണ് ഓരോ ഘട്ടത്തിലും. അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. ഇന്ദിരാഗാന്ധിയുടെ കാര്യം എടുക്കുക. ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റിയിൽ നിന്ന് സിഖ് ഭടന്മാരെ ഒഴിവാക്കണമെന്നും അവരുടെ ജീവൻ ആപത്തുണ്ടെന്നും പല ആവർത്തി ഇന്ദിരാഗാന്ധിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തു.
ഇന്ദിരാഗാന്ധി പറഞ്ഞു ഒരു കാരണവശാലും ഒരു സിഖ് ഭടനെ തൻ്റെ സൈനിക വ്യൂഹത്തിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. ശരി, കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അതിനെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിവിധി കണ്ടത്? നിങ്ങൾ അങ്ങനെ പ്രതിവിധി കണ്ടെന്നാൽ നിങ്ങൾ 2002 പറ്റി വലിയ ഊറ്റം കൊള്ളുമല്ലോ. നിങ്ങൾ ഏറ്റവും വലിയ വംശഹത്യ നടത്തിയില്ലേ അതിൻ്റെ ഭാഗമായി? അപ്പോൾ ഈ വരമ്പത്തെ കൂലിയുടെ കഥയൊക്കെ പറയുമ്പോൾ അത് സ്വയം തിരിഞ്ഞു കുത്തുകയും കഴിഞ്ഞാൽ താങ്കളിലേക്ക് തിരികെ എത്താം. എനിക്കൊരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം.